നീ ഉദിച്ചു. തീരാത്ത ദുഃഖത്തിൽ ആണ്ടിരുന്ന നാൾ ആശ്വാസകിരണമായി നീ ഉദിച്ചു. മാറാത്ത ഭാരത്താൽ മനം നുറുങ്ങിയ നാൾ സമാധാനമരുളി നീ അനുഗ്രഹിച്ചു. മാറാത്ത ഭാരത്താൽ മനം നുറുങ്ങിയ നാൾ സമാധാനമരുളി നീ അനുഗ്രഹിച്ചു. അവർ ജീസസ് ലിവ്സ് മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്ന ഈ പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ബ്രദർ ഗിരീഷിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തനിക്ക് വിദ്യാഭ്യാസമുണ്ടായിരുന്നു, കഴിവുകളുണ്ടായിരുന്നു, മാന്യമായ സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ തൻ്റെ വിദ്യാഭ്യാസത്തിനോ തൻ്റെ പാരമ്പര്യത്തിനോ അസാധ്യമായിരുന്ന കാര്യത്തെ താൻ വഴിയറിയാതെ ഉഴന്നുപോയ സാഹചര്യത്തിൽ വലിയവനായ ദൈവം ഒരു വാക്കുകൊണ്ട് പരിഹരിച്ചു കൊടുത്തത് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേൾക്കുവാനിടയായി. ദൈവം വലിയവനാണ്. നാം മനുഷ്യരെന്ന നിലയിൽ ക്ഷണികരും പരിശീലനരും പലതിനും കഴിവില്ലാത്തവരുമാണ്. എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുന്നു, അവൻ സർവശക്തനായ ദൈവമാണ്, അവൻ സർവജ്ഞാനിയായ ദൈവമാണ്, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. കുഴഞ്ഞ കണക്കുകളുടെ മുമ്പിൽ കുഴഞ്ഞുപോയ ഗിരീഷിനെ എവിടെയാണ് കുഴച്ചിലെന്ന് സർവജ്ഞാനിയായ ദൈവം വെളിപ്പെടുത്തി തനിക്ക് അസാധ്യമായിരുന്നതിനെ സാധ്യമാക്കി കൊടുത്തെങ്കിൽ തുടർന്ന് ശ്രദ്ധിക്കൂ. ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങൾ, ദൈവം തന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, അത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളുടെയും ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ബ്രദർ ഗിരീഷ്, താങ്കൾക്ക് തുടരാം. ഞാൻ പറഞ്ഞല്ലോ, 1997 ജൂലൈ 7-ാം തീയതിയായിരുന്നു എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് എൻ്റെ കർത്താവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ച ദിവസം. ഈ ദൈവത്തിൻ്റെ വലിയൊരു കൃപ 2 തിമോത്തിയ ലേഖനം 2:13 പറയുന്നു, നാം അവിശ്വസ്തരായി ഇരുന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഞാൻ യേശുവിനെ പിൻപറ്റാതെ ഇരുന്നപ്പോഴും യേശു എന്നെ പിൻപറ്റിക്കൊണ്ടിരുന്നു, എന്നെ പൂർണ്ണ പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ. അങ്ങനെ ഞാൻ ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ ചില പീഡനങ്ങളും പ്രയാസങ്ങളും പങ്കപ്പാടുകളും കണ്ടു. കാരണം യേശുവിൻ്റെ ജീവിതം തന്നെ യാതനയുടെ സഹനത്തിൻ്റെ ഒന്നാണ്. അത് കാണിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെയും കൂടിയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കഴിഞ്ഞ് 1998 ആയപ്പോൾ എന്നെ പ്രസവിച്ച എന്നെ വളർത്തിയ മാതാവ് കോഴിക്കോട് നിന്ന് വസിക്കുന്നുണ്ട്. അവരെന്നെ കാണാൻ വേണ്ടി എറണാകുളം പട്ടണത്തിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ ഭവനത്തിലേക്ക് വന്നു കയറിയ ഉടനെ യാഥാസ്ഥിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച എൻ്റെ മാതാവ് ഭിത്തിയിലേക്കൊക്കെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, എടാ, ഒരു വിഗ്രഹവും ഞാൻ കാണുന്നില്ലല്ലോ, ഞാൻ ആരോട് പ്രാർത്ഥിക്കും നിൻ്റെ ഭവനത്തിൽ? എൻ്റെ 2 മക്കൾക്കൊക്കെ എൻ്റെ ഭാര്യ കേക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തു യേശുവിൻ്റെ വകയായി തീർന്നിരിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ വിഗ്രഹങ്ങളില്ല, ആത്മാവിലും സത്യത്തിലുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്. എൻ്റെ 2 മക്കൾക്കൊക്കെ എൻ്റെ ഭാര്യ കേക്കെ എന്നെ പ്രസവിച്ച എന്നെ പോറ്റി വളർത്തിയ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ ഇങ്ങനെ ഒരു മകൻ എനിക്ക് ജീവിച്ചിരിപ്പില്ലെന്ന്. അത് കേട്ടപാടെ എൻ്റെ ഹൃദയത്തിലൊരു വാള് കയറുന്ന ഒരു വേദന ഞാൻ അനുഭവമായി. കാരണം പെറ്റ അമ്മയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണത്. എന്നാൽ ഇന്ന് ഞാൻ കുറ്റം പറയുകയല്ല, ആ ദിവസങ്ങളിൽ എൻ്റെ മാതാവിന് യേശുവിനെ പരിചയമില്ലാത്തത് കൊണ്ട്, അനുഭവമില്ലാത്തത് കൊണ്ടാണ് അവരത് പറയാൻ ഇടയായത്. 2013 മാർച്ച് മാസത്തിൽ 82 വയസ്സുള്ള എൻ്റെ മാതാവ് ഞാൻ അവിടെ പോയി കണ്ട് പല പ്രാവശ്യം ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2013 മാർച്ചിൽ എൻ്റെ മാതാവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അന്ന്
എൻ്റെ മാതാവ് എന്നെ ജീവനോട് കൂടെ കുഴിച്ചുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ ഭാരവും പ്രയാസവും ദുഃഖം തോന്നി. അന്ന് രാത്രി കിടക്കുമ്പോൾ അടുത്ത് കിടക്കുന്ന ഭാര്യ എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ കാണാതിരിക്കാൻ വേണ്ടി ഞാനൊരു തലയോണെടുത്ത് എൻ്റെ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് കുടുകുടാ കണ്ണുനീർ വാർത്തുകൊണ്ട് എൻ്റെ യേശുവിനോട് ഞാൻ ചോദിച്ചു, യേശുവേ, ഇതെന്തൊരു പരീക്ഷണം. നിൻ്റെ വിശുദ്ധിയിൽ, നിൻ്റെ വിശ്വാസത്തിൽ ഞാൻ നിന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുമ്പോൾ എന്നെ പ്രസവിച്ച് എന്നെ വാത്സല്യിക്കേണ്ട എൻ്റെ മാതാവ് എന്നെ ജീവനോട് കൂടെ കുഴിച്ചിട്ടിരിക്കുന്നു. ഉടനെ യേശു എന്നോട് മറുപടി, യേശുവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. യേശു ചോദിച്ചു, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ഞാൻ പറഞ്ഞു, ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി. മറുപടിയായി യേശു പറഞ്ഞു, നിൻ്റെ മാതാവ്, നിൻ്റെ അമ്മ നിന്നെ തള്ളിയെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ മാർവോട് ചേർത്തിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരമ്മ, ഒരു സ്ത്രീ താൻ പ്രസവിച്ച മകനെ മറക്കുമോ? ഒന്ന് പോസ് ചെയ്തിട്ട് അടുത്ത ചോദ്യം, അടുത്തൊരു സെന്റൻസ് ദൈവത്തിന് പറയുന്നു, മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ഈ ഭൂമിയിൽ നമ്മുടെ സമൂഹത്തിൽ എത്രയോ അമ്മമാർ നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു പോകുന്നു. എത്രയോ കുഞ്ഞുങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങളെ കഴുത്തു ഞെക്കി കൊല്ലുന്നു. എന്ന വചനം പറയുന്നു, അമ്മ പ്രസവിച്ച മകനെ മറക്കാൻ സാധ്യതയുണ്ട്. മറന്നാലും ഉപേക്ഷിച്ചാലും തള്ളിയാലും മറക്കാത്ത, സ്നേഹിക്കുന്ന ഒരു ദൈവം. അമ്മമാരെ കുഞ്ഞുങ്ങളെ മറക്കുന്നതിന് കാരണമുണ്ട്. ഏതൊരമ്മയും തൻ്റെ മകനെ അല്ലെ തൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങുന്നത് ആ കുഞ്ഞിനെ പ്രസവിച്ചതിൻ്റെ മുഖം കണ്ടു തുടങ്ങുമ്പോഴാണ്. എന്നാൽ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു തുടങ്ങിയത് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായി വന്നതിന് ശേഷമല്ല, ലോകസ്ഥാപനത്തിനു മുമ്പേ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനെയും ദൈവം സ്നേഹിക്കുകയും മനുഷ്യനോടുള്ള സ്നേഹത്തിന് ഫലമായിട്ട് ലോകത്തെ ദൈവം സ്ഥാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് വചനം പറയുന്നു, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ഗിരീഷ് സാറ് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പല അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തിയാൽ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ യേശു ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അതിൻ്റെ കാരണം അടുത്ത വചനത്തിൽ പറയുന്നു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ആ ഫലം നിലനിൽക്കേണ്ടതിനും തന്നെ. ഒരു ബൈബിൾ കോളേജോ ഒരു സൺഡേ സ്കൂളിലോ പോകാത്ത എന്നെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട്, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വചനം പറയുന്നത് പോലെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് ആവസിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരും. കർത്താവിൻ്റെ കൃപയാൽ ഒന്ന് മാത്രം. ഞാൻ അമേരിക്കയിൽ വലിയ വലിയ പ്രാസംഗികർ പ്രസംഗിക്കുന്ന നോർത്ത് അമേരിക്കൻ പെന്തക്കോസ്റ്റൽ കോൺഫറൻസിൽ ഒരു സാക്ഷിയായി വചനം പറയാൻ ദൈവം കൊണ്ടുപോയി. ന്യൂസിലാൻഡിൽ കൊണ്ടുപോയി. അനേക സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ അവൻ്റെ സാക്ഷിയായി നിൽപ്പാൻ ഈ യേശുവിൻ്റെ സ്നേഹം എന്നിൽ വന്നത് എങ്ങനെ എന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ സാക്ഷ്യം പോലെ തന്നെ അനേകരോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ആ സാക്ഷ്യത്തിലൂടെ അനേകരെ ആശ്വസിപ്പിക്കാനും, എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ ഇന്നും മറക്കില്ല. ഞാൻ ഒരു 4 വർഷം മുമ്പ് എറണാകുളം മെറൈൻ ഡ്രൈവിൽ ഫെഡറൽ ടവേഴ്സ് എന്ന് പറയുന്ന ബാങ്കിൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ ബാങ്കിൻ്റെ ഒരു മീറ്റിങ്ങിന് പോകാൻ തയ്യാറെടുത്തിരിക്കുമ്പോൾ ഒരു 9 മണിയായപ്പോൾ ഒരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചു. എനിക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. എന്നോട് പറഞ്ഞു, സാറെ കാണാൻ ഞാൻ താഴെ ഭവനത്തിൽ, ഈ ഫ്ലാറ്റിൻ്റെ താഴെ ബിൽഡിങ്ങിൽ വന്നിട്ടുണ്ട്, എന്നെ ഒന്ന് വന്ന് കാണണം. ഞാൻ പറഞ്ഞു, എനിക്ക് സമയമില്ല സഹോദര, വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് കാണാമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഈ സമയം സാർ എന്നെ കണ്ടില്ലെങ്കിൽ ഈ ലോകത്തിൽ ഇനി നിങ്ങളും ഞാനും കണ്ടുമുട്ടില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം ഇങ്ങനെ ഒരു വ്യക്തി എന്നോട് പറയുന്നത്. ഞാനത് കേട്ടപാടെ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, സഹോദരൻ താഴത്ത് നിൽക്ക്, സമയമില്ലെങ്കിലും ഞാൻ ഇപ്പോൾ വരാമെന്ന്. ഞാൻ പ്രാർത്ഥിച്ചു, താഴെ പോയി ആ സഹോദരനെ കണ്ടു. ഒരു 25-26 വയസ്സുള്ള നല്ല സുന്ദരനായ ഒരു യുവാവ്. ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ പറയാൻ കാരണം? ആ വ്യക്തി പറഞ്ഞു, ആ വ്യക്തി
ജീവിതത്തിൽ ഒരു വാടക കൊലയാളിയായിരുന്നു. അനേക രാഷ്ട്രീയ പ്രമുഖന്മാർക്ക് വേണ്ടി അനേക കൊല ചെയ്തൊരു വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തി ഒരു സുവിശേഷ പ്രസംഗം എവിടെയോ വെച്ച് കേട്ടു, മനസ്സ് രൂപാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് ഈ വഴിയിൽ നിന്ന് മാറിപ്പോകാമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ, കൊലപാതകമെല്ലാം നിർത്തിക്കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാർ പോലീസുകാരെ വിട്ട് തന്നെ വേട്ടയാടുക, തനിക്കുള്ള സഹോദരിയും അമ്മയും പീഡിപ്പിച്ചുകൊണ്ട് തന്നെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുക. തനിക്ക് ജീവിതം മതിയായി. താൻ പറയുകയാണ്, എനിക്കൊരു മാർഗം ഈ ലോകത്തിലില്ല. പോലീസുകാരുടെ പീഡനം, മറ്റുള്ളവരുടെ പീഡനം കാരണം ഞാൻ മനസ്സ് നൊന്ത് തകർന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു ഉത്തരം കൊടുത്തു. ഞാൻ പറഞ്ഞു, എനിക്ക് സഹോദരനെ പോറ്റി പുലർത്താൻ എനിക്ക് വഴിയില്ല. എന്നാൽ ഊട്ടാൻ വഴിയില്ലെങ്കിലും ഊട്ടുവരെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവാണ് എനിക്ക് ജീവിതത്തിൻ്റെ മാർഗം തുറന്നു തന്നു, പ്രകാശം എൻ്റെ ജീവിതത്തിൽ ഉദിപ്പിച്ചത്. ആ യേശുവിൻ്റെ സാക്ഷ്യം ഞാൻ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നിങ്ങളോട് പറയാം. നിങ്ങളത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വമേധ തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. ആ വ്യക്തി ക്രിസ്തു യേശുവിനെ സ്വീകരിച്ചു, രക്ഷകർത്താവായി. എൻ്റെ കയ്യിലുള്ള ചില പൈസ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, സഹോദരൻ, ജീവിക്കാനാണ് ദൈവം നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്, മരിക്കാൻ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം സാധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരത്തിൻ്റെ നടുവിൽ നാം കണ്ടെത്തേണ്ടത്. അതൊരു വലിയ മെസ്സേജാണ്. ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ജീവിക്കാനാണ്, മരിക്കാനല്ല. എത്ര അർത്ഥവത്തായ ഒരു കാര്യമാണ്. അനേക ആളുകളും എൻ്റെ ജീവിതം കൊണ്ട് അർത്ഥമില്ല, ഞാൻ ഈ ഭൂമിക്കൊരു ഭാരമാണ്, എനിക്ക് ജീവിതം മടുത്തു, ഞാനിനി മരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ വാക്കുകൾ അന്വർത്ഥമാണ്. ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ ആക്കിയത് ജീവിക്കാനാണ്, മരിക്കാനല്ല. അതുകൊണ്ടും തീർന്നില്ല, അനേകരെ ജീവനിലേക്ക് നയിക്കുവാനാണ് ദൈവം നമ്മെ ഉദ്ദേശിക്കുന്നത്. വാടക കൊലാളിയായിരുന്ന ആ മനുഷ്യന് ഒരു നിമിഷത്തെ സുവിശേഷ കേൾവി കൊണ്ട് മാനസാന്തരം വന്നെങ്കിൽ ജീവിതത്തിൽ എത്ര അധമമായ പാപം ചെയ്ത വ്യക്തിയെയും യേശു സ്നേഹിക്കുന്നു എന്നാണ് ആ ദൈവദാസന്റെ അനുഭവത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. ഗിരീഷ് ബ്രദർ തുറന്നാട്ടെ. എൻ്റെ ജോലിയുടെ അനുഭവത്തിൽ ഉണ്ടായിരുന്നൊരു സംഭവം ഞാൻ പറയാം. കാരണം എന്നെ കേൾക്കുന്ന ചിലവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നതുകൊണ്ട് പറയുക. ഞാൻ 1995 ഫെഡറൽ ബാങ്കിൽ ജോലിക്ക് കയറിയത്. ഞങ്ങൾ കയറുമ്പോൾ പല ഗ്രേഡുമുണ്ട്. ഞാൻ ജോയിൻ ചെയ്തത് സീനിയർ മാനേജറായിട്ടാണ്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ചീഫ് മാനേജറായി. അത് കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായി. 2004 വർഷത്തിലാണ് ഞാൻ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായത്. 2005-2006 കാലഘട്ടത്തിൽ എൻ്റെ അടുത്ത പ്രൊമോഷന് വേണ്ടി, ഇൻ്റർവ്യൂവിന് വേണ്ടി എനിക്ക് ക്ഷണം ലഭിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഫെഡറൽ ബാങ്കിൽ അതിൽ 2 വ്യക്തികൾ, 2 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെമ്പേഴ്സ് വളരെ പാരമ്പര്യ ഹൈന്ദവ പശ്ചാത്തലത്തിനാണ്. അപ്പം അവരാണ് ബോർഡ് മെമ്പേഴ്സായിട്ട് ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നത്. 2005 ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. 2006, 7, 8, 9, 10 എല്ലാ വർഷവും ഞാൻ ഇൻ്റർവ്യൂവിന് പോവും. നന്നായി ചെയ്തു എന്ന് അവർ പറയും, ഇൻ്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് പറയും, എനിക്ക് പ്രൊമോഷൻ കിട്ടില്ല. ഞാൻ ഈ വിശ്വാസമൊക്കെ പറയുന്നത് ഞാൻ സാധാരണ ഒരു മനുഷ്യനായതുകൊണ്ട് എൻ്റെ മനസ്സ് മടുത്തു. 2011 വന്നപ്പോൾ ബോർഡ് അംഗങ്ങൾ, ഫെഡറൽ ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ രൂപാന്തരം വന്നു. ദൈവം വരുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ ബോർഡ് മെമ്പേഴ്സ് എല്ലാം വന്നു. 2011 എന്നെ വീണ്ടും ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ മനസ്സ് നൊന്നിട്ട് ഞാൻ പോകണ്ട എന്ന് വിചാരിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് ക്ഷണം ലഭിച്ചതിനെക്കുറിച്ച് ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ഇല്ലല്ല, നിങ്ങളങ്ങനെ ചെയ്യരുത്, പോകണമെന്ന്. അപ്പം ഭാര്യ പറഞ്ഞു, ഇനി ഭാര്യ വഴക്കുണ്ടാക്കണ്ട എന്നും കൂടി പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകാമെന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം